എല്ലാവർക്കും നമസ്കാരം. ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി ഒരുപാട് തിയറികൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ വളരെ പുതിയ ഒരു തിയറിയായിട്ട് നമ്മളുടെ ഒരു ഇന്ത്യൻ ഫിസിസിസ്റ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് നമ്മളുടെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഒരു ആൻറ്റി യൂണിവേഴ്സ് ട്വിന്നിൻ്റെ കൂടെയാണ്. അതായത് നമ്മളുടെ യൂണിവേഴ്സ് പിന്നെ ഒരു ആൻറ്റി യൂണിവേഴ്സ്, ഇത് രണ്ടും ഒന്നിച്ചാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ നമൻ കുമാർ എന്ന ഒരു IITian ആണ്. ഇദ്ദേഹം IIT അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു ഫിസിസിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ തിയറിയെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഈ ടോപ്പിക്കിന് വേണ്ടിയുള്ള കണ്ടൻറ് എടുത്തിരിക്കുന്നത് ഡെയിലി ഗാലക്സിയിൽ നിന്നാണ്, ഇൻ്റർനെറ്റിൽ നിന്ന്. ഇത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ മറ്റ് പല സോഴ്സുകളിലും ഈ പേപ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമൻ കുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില PDF ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സും റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തിയറികൾ ഓൾറെഡി അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ് തിയറി തന്നെയാണ്. അതുകൂടാതെ മറ്റു പല തിയറികളും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബാങ് തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ പ്രതിഭാസങ്ങളെയും, പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളെയും നിർവചിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് മറ്റു പല സിദ്ധാന്തങ്ങളും വരാൻ കാരണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റു പല സിദ്ധാന്തങ്ങൾ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും അതിനും എല്ലാ പ്രതിഭാസങ്ങളെയും പറ്റിയും പ്രതിപാദിക്കാനും അതിന് കറക്റ്റായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത സമയത്താണ് നമൻ കുമാർ അദ്ദേഹത്തിൻ്റെ ഈ തിയറിയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബിഗ് ബാങ് തിയറി എടുക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബർത്ത് നടക്കുന്ന സമയത്ത് സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. അത് ക്വാണ്ടം ഫിസിക്സ് വെച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഫിസിക്സ് വെച്ച് അത്രത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻ്റ്, അത്രത്തോളം കൺവീൻസിങ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് വളരെ ഒരു ചെറിയ സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ സ്പേസും ടൈമും മാറ്റർ, എനർജി എല്ലാം കമ്പോസ്ഡ് ആയിരുന്നു. അതായത് ആ സമയം അതിന് തൊട്ട് മുമ്പ് വരെ സമയവും ഇല്ല, സ്പേസ് ഇല്ല. പിന്നെ മാറ്റർ എല്ലാം കമ്പോസ്ഡ് ആയിരിക്കുന്നത്, എനർജി എല്ലാം കമ്പോസ്ഡ് ആയിരിക്കുന്നത് ആ ചെറിയ സ്പേസിലാണ്. അതുകൂടാതെ ഹൈ ഡെൻസിറ്റിയാണ്. അത് വളരെ ഹോട്ടായിട്ടുള്ളൊരു പോയിൻ്റാണ് എന്ന് പറയുന്നത്. ഇതിനെയാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇത് തന്നെ ഒരു കൺവീൻസിങ് ആയിട്ടുള്ള ഉത്തരമായിട്ട് പലർക്കും തോന്നാത്ത ഒരു സമയത്താണ് ഈ ആൻറ്റി യൂണിവേഴ്സ് തിയറിയുമായിട്ട് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിയറിയായിട്ട് നമൻ കുമാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ യൂണിവേഴ്സ് ഉള്ളത് അതിൻ്റെ ഒരു മിറർ ഇമേജ്, നമ്മൾ പറയുമല്ലോ അത് ചാർജ് പാരിറ്റി, മിറർ ഇമേജ്, അതേപോലെ ഒരു മിറർ ഇമേജ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ട് അതൊരു ഈ ബിഗിനിങ് ബർത്തിൻ്റെ ടൈമിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ യൂണിവേഴ്സിലെ ടൈം ഫോർവേഡായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആൻറ്റി യൂണിവേഴ്സിൽ ടൈം പോകുന്നത്. അത് ഒരു ഫൈനൈറ്റ് സ്പേസിലാണ് ഈ ടൈമും സ്പേസും ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാണ് ഈ യൂക്ലിഡിയൻ ഫേസ് എന്ന് തന്നെ പറയുന്നത്. യൂക്ലിഡിയൻ സ്പേസ് നമ്മുടെ ടൈം ആൻഡ് സ്പേസ് ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യൂക്ലിഡിയൻ ഫേസിനെ കുറിച്ച് തന്നെ ഇത് തന്നെ നമ്മൾ പല സമയങ്ങളിലും സാധാരണ ഫിസിക്സിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സ്പേസ് ആൻഡ് ടൈമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ യൂക്ലിഡിയൻ ഫേസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ടൈമും സ്പേസും ഓൾമോസ്റ്റ് ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് ഈ യൂണിവേഴ്സും ആൻറ്റി യൂണിവേഴ്സും ഉണ്ടായപ്പോൾ
ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സും ആൻറ്റി യൂണിവേഴ്സും ഒരേ സമയത്ത് തന്നെ ക്രിയേറ്റ് ആകുകയും അന്നേരം ഇത്രയും ഡെൻസിറ്റി ഉണ്ടാകേണ്ട കാര്യമില്ല, എനർജി ഉണ്ടാകേണ്ട കാര്യമില്ല, ഇങ്ങനത്തെ ബാക്കിയുള്ള സ്പേസ്, മാറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. അന്നേരം വളരെ ഒരു ചെറിയ സ്പേസിൽ യൂണിവേഴ്സും ആൻറ്റി യൂണിവേഴ്സും ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ സിംഗുലാരിറ്റിയെ മറികടക്കാൻ വേണ്ടിയിട്ട് പല തിയറികളും, കോസ്മോളജിക്കൽ തിയറീസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജിം ഹാർട്ടലിൻ്റെയും സ്റ്റീഫൻ ഹോക്കിങ്ങും ഒക്കെ അവരുടെ തിയറികളിലൂടെ കോസ്മോളജിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്പേസും ടൈമും ഇൻ്റർവീനായിട്ട് ആണ് ഉള്ളതെന്നും അവരൊക്കെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മളുടെ നമൻ കുമാർ അദ്ദേഹത്തിൻ്റെ ഈ തിയറി യൂണിവേഴ്സ് ആൻറ്റി യൂണിവേഴ്സ് തിയറിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതേപോലൊരു കോൺസെപ്റ്റ് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ നമൻ കുമാർ ചില പ്രിൻസിപ്പിൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ആൻറ്റി യൂണിവേഴ്സ് തിയറിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിസിക്സ് ടീച്ചർ തന്നെ എർത്ത്, ആൻറ്റി എർത്ത്, അതേപോലുള്ള ചില കോൺസെപ്റ്റുകളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിൽ. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഉള്ളത് ചെറിയ പാർട്ടിക്കിൾസിലൊക്കെ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെയാണ് നമ്മളുടെ മാക്രോ ലെവലിൽ ഉള്ളതെന്നും അതിനുള്ള കുറേ എക്സ്പ്ലനേഷനൊക്കെ അദ്ദേഹം തരികയുണ്ടായി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പോസിട്രോൺസ് ഉണ്ട്. നമ്മളുടെ മാഗ്നറ്റിൻ്റെ പോളാരിറ്റി നോക്കുകയാണെങ്കിൽ നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. ഇലക്ട്രിസിറ്റി നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, മാറ്റർ, ആൻറ്റി മാറ്റർ. അപ്പോൾ എന്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എർത്ത് ഉണ്ടെങ്കിൽ ആൻറ്റി എർത്ത് ഉണ്ട്, നമുക്ക് യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ ആൻറ്റി യൂണിവേഴ്സ് ഉണ്ട് എന്ന തരത്തിലുള്ള കുറേ എക്സ്പ്ലനേഷനുകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. 2022 വേറൊരു ആൻറ്റി യൂണിവേഴ്സ് തിയറിയെ പറ്റിയിട്ട് പറയുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൽ ചാർജ്, പാരിറ്റി, മിറർ ഇമേജ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമൻ കുമാറിൻ്റെ ഡിസ്കഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിംഗുലാരിറ്റി എന്നുള്ള കാര്യത്തെ മറികടക്കാനായിട്ട് പല തിയറിയിലും വെച്ചിരുന്നു. അതിൽ ഒന്ന് അലക്സാണ്ടർ വെൽക്കിൻ്റെ തിയറിയിൽ പറയുന്നത് ക്വാണ്ടം ടണലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ക്വാണ്ടം ടണലിങ് എന്താണെന്ന്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല എക്സാമ്പിൾസും പറയാറുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഗതിയിൽ നമുക്ക് മറികടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സിറ്റുവേഷനുകളിൽ ക്വാണ്ടം പാർട്ടിക്കിൾസ് സഡനായിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെയാണ് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുക. ഇപ്പം നമ്മൾ ക്ലാസിക് എക്സാമ്പിളായിട്ട് ആളുകൾ പറയുന്നത് നമ്മളൊരു വോളിലേക്ക് ടെന്നീസ് ബോൾ എറിയുകയാണെങ്കിൽ, അങ്ങനെ കുറേ പ്രാവശ്യം എറിയുകയാണെങ്കിൽ, ഒരുപാട് പ്രാവശ്യം മേ ബി 1,000,000 ടൈം നമ്മൾ എറിയുകയാണെങ്കിൽ ചില സമയത്ത് ഈ വാളിൻ്റെ അപ്പുറത്ത് ടെന്നീസ് ബോൾ പോകും. അവിടെ അത്രയും വലിയൊരു സുഷിരം ഇല്ലെങ്കിൽ കൂടെ അപ്പുറത്തെത്തും എന്ന് പറയുകയാണ്. ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ക്വാണ്ടം മെക്കാനിക്സിലാണ്, ക്വാണ്ടം പാർട്ടിക്കിൾസാണ്. ഈ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ ജീവിച്ചിരിക്കാനായിട്ടുള്ള കാരണമായ സൂര്യപ്രകാശം ഉണ്ടാകുന്നത് ക്വാണ്ടം ടണലിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ ക്വാണ്ടം ടണലിങ് എക്സാമ്പിളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ബർത്ത് ഓഫ് യൂണിവേഴ്സ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു സഡനായിട്ട് ക്വാണ്ടം ടണലിങ്ങിലൂടെ എന്താ പറയുക, നമ്മുടെ യൂണിവേഴ്സ് അപ്പിയറായി എന്നുള്ള ഒരു തിയറി ഉണ്ട്. അപ്പോൾ അത് ക്വാണ്ടം ടണലിങ് വെച്ചാണ് പറയുന്നത്. പക്ഷേ അവിടെ ആണ് നമൻ കുമാറിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം പൊട്ടൻഷ്യലാണ്. അത് വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ ക്വാണ്ടം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബഹാമിയൻ മെക്കാനിക്സാണ്. ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഡേവിഡ് ബഹാം എന്ന് പറഞ്ഞിട്ടുള്ള. ഇദ്ദേഹത്തിൻ്റെ തിയറി, ഇദ്ദേഹം ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ
തിയറികളിൽ നിന്ന് നാം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസൊക്കെ ഡിറൈവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആദ്യത്തെ എന്താ പറയുക തിയറികളൊക്കെ ഉണ്ടാക്കിയ ആളുകളിൽ നീൽസ് ബോർ, ഷ്രോഡിംഗർ, അതുപോലെ ഐസൻബർഗ്, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്, റൈറ്റ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ, അതായത് പൊസിഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ അതേ സമയത്ത് അതിൻ്റെ മൊമെൻറ്റം, അതിൻ്റെ സ്പിൻ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതായത് അൺസർട്ടനിറ്റി, അതായത് ഐസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമുക്ക് പ്രെഡിക്റ്റബിലിറ്റി, പൊസിഷൻ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐൻസ്റ്റീൻ, കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷൻ്റെ സമയത്ത് ഐൻസ്റ്റീൻ പോലും ക്വാണ്ടം മെക്കാനിക്സിലെ ചില തിയറികളോട് അദ്ദേഹം ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനോടൊക്കെ അദ്ദേഹം ഒരിക്കലും മീൻസ് ക്വാണ്ടം മെക്കാനിക്സിന് അദ്ദേഹം എതിരായിരുന്നില്ല. പക്ഷേ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന ചില ഇൻ്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ കുറച്ച് തിയറികളെ അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അദ്ദേഹം പറയുന്നത് നമുക്കറിയാത്ത എന്തോ ഒന്നുണ്ട്, അതറിഞ്ഞാൽ നമുക്കിതിനെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ പ്രെഡിക്റ്റബിലിറ്റി പോസിബിൾ അല്ലാത്തതിന് കാരണം ഹിഡൻ വേരിയബിൾ ആണെന്നാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ബൊഹാമിയൻ മെക്കാനിക്സിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇക്വേഷൻ അനുസരിച്ച്, അതായത് ഷ്രോഡിംഗർ ഇക്വേഷനിൽ തന്നെ അദ്ദേഹം മോഡിഫൈ ചെയ്തിട്ട്, മീൻസ് മോഡിഫൈഡ് അല്ല, അദ്ദേഹം ഗൈഡഡ് ഇക്വേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുണ്ടായി. അപ്പോൾ ആ ഇക്വേഷൻസ് വെച്ചിട്ട് ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഇദ്ദേഹം ഡെറൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഇവിടെയുള്ള ഈ ഡിസ്കഷൻ ആവശ്യമില്ല എന്ന് കരുതുന്നതുകൊണ്ട് ആണ് അതിലേക്ക് പോകാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം പൊട്ടൻഷ്യൽ. സോ ഈ ക്വാണ്ടം പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫൈനൈറ്റ് സ്പേസിൽ നിന്ന് നമ്മളെ യൂണിവേഴ്സ് ഉണ്ടാകുമ്പോൾ അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്പേഷ്യൽ കർവേച്ചറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് സ്പേഷ്യൽ കർവേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സ്പേഷ്യൽ കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ യൂക്ലിഡിയൻ ഫേസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേഷ്യൽ കർവേച്ചറും ഈ ഫേസുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ സ്പേഷ്യൽ കർവേച്ചറിൽ ബേസിക്കലി എന്താണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിളിൻ്റെ ആംഗിൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള എനർജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈൻസ് പാരലലായിട്ട് തന്നെ ആണ് ഉള്ളത് എങ്കിൽ, അതേപോലെ തന്നെ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ അത് സം ഓഫ് ദ ആംഗിൾ ഈസ് ഓൾമോസ്റ്റ് 180 ഡിഗ്രി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈസ് എന്താ പറയുക ഫ്ലാറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് തിയറികൾ നമ്മൾ പറയുന്നുണ്ട്. ഇത് സീറോ കർവേച്ചർ ഗ്രേറ്റർ ദാൻ സീറോ അല്ലെങ്കിൽ ലെസ് ദാൻ സീറോ, ഇതൊക്കെ വെച്ചിട്ട് നമ്മളുടെ യൂണിവേഴ്സിൻ്റെ കർവേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ഉള്ള അറിവ് വെച്ച് നിയർലി ഫ്ലാറ്റാണ്, അതായത് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണെന്ന് പറയാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ക്വാണ്ടം പൊട്ടൻഷ്യൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിൽ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ട്. അതായത് ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേപോലെ നമ്മൾ കാണുന്ന ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ ഈ യൂണിഫോമിറ്റിയൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി പ്രെഡിക്റ്റബിൾ. അങ്ങനെ പ്രെഡിക്റ്റബിളായിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുകയാണെങ്കിൽ ബൊഹാമിയൻ മെക്കാനിക്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെയാണ് ക്വാണ്ടം പൊട്ടൻഷ്യലിൻ്റെ ഇമ്പോർട്ടൻസ്. ആ റൂളാണ് നമുക്ക് ആപ്ലിക്കബിൾ എന്നാണ് ഇവിടെ
നമൻ കുമാർ സർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് നിയർലി ഫ്ലാറ്റാണ്. അതിനെ നമുക്ക് ക്വാണ്ടം പൊട്ടൻഷ്യൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പ്രതിഭാസങ്ങളെക്കുറിച്ച് നമുക്ക് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് തന്നെ നമ്മളുടെ ഈ ആൻറ്റി യൂണിവേഴ്സ് തിയറിയിൽ പോസിബിളാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ക്വാണ്ടം പൊട്ടൻഷ്യൽ ക്വാണ്ടം പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ കർവേച്ചറൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന യൂക്ലിഡിയൻ ഫേസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആൻഡ് സ്പേസ് അത് ഒരു കൊസൈൻ ഫംഗ്ഷൻ പോലെ സീറോയിൽ നിന്ന് മെല്ലെ മെല്ലെ കൂടി പോയിട്ട് ഒരു പീക്ക് പോയിന്റിലെത്തും. അപ്പോൾ ആൻറ്റി യൂണിവേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയി അതിൻ്റെ പീക്കിലെത്തും. അത് കഴിഞ്ഞിട്ട് അതൊരു ക്രഞ്ച് ഫേസിൽ കൂടെ കടന്നു വരും. അതുപോലെ രണ്ടും ഒരേപോലെ സീറോ ഫേസിൽ വരും. പിന്നെയും അത് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. ഒരു യൂക്ലിഡിയൻ ഫേസ് അതിൽ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു വേവ് പോകുന്ന പോലെ അത് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി യൂണിവേഴ്സിൽ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂക്ലിഡിയൻ വെരി ഫസ്റ്റ് ടൈം റൈറ്റ്, അന്ന് ആ സമയത്ത് സ്പേസ് ടൈമും ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ സിംഗുലാരിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിംഗുലാരിറ്റിയെയും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മറ്റൊരു കാര്യം റൈറ്റ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ കൊസൈൻ ഫംഗ്ഷൻ പോലെയാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് സീറോയിൽ നിന്നും മെല്ലെ അത് ഇൻക്രീസ് ചെയ്യുന്നു നമ്മുടെ യൂണിവേഴ്സിൽ. അതുപോലെ ആൻറ്റി യൂണിവേഴ്സിൽ സീറോയിൽ നിന്ന് അത് നെഗറ്റീവ് ഫേസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അദ്ദേഹം യൂണിവേഴ്സ് ആൻഡും ആൻറ്റി യൂണിവേഴ്സിൻ്റെയും ബിഹേവിയർ, അതായത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു മിറർ ഇമേജ് ഇവിടെ പോസിറ്റീവ് എനർജിയാണ് ഉള്ളതെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി, ഇതേപോലെയാണ് ആൻറ്റി യൂണിവേഴ്സിനെ പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് കോസ്മിക് ഈവൻസുകളെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തിയറി ഒരു പാത്ത് ബ്രേക്കിംഗ് തിയറിയാണെന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ യൂണിവേഴ്സിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിൽ ഉള്ള പല പ്രതിഭാസങ്ങളിലും നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റൊന്നുമില്ല. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ഹൈ ഗ്രാവിറ്റി ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്ന് പറഞ്ഞ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ആൻറ്റി യൂണിവേഴ്സ് തിയറിയിൽ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ എൻടാംഗ്ലിംഗ് ഉണ്ട് റൈറ്റ്. ഇവിടെ ഒരു പാർട്ടിക്കിൾ വിത്ത് അപ്പ് സ്പിൻ ആണെങ്കിൽ അതിന് അതേപോലത്തെ ഒരു പാർട്ടിക്കിൾ വിത്ത് ഡൗൺ സ്പിൻ ഉണ്ടാകും. അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടില്ലേ. ഇതുപോലെ അതായത് ഇങ്ങനത്തെ പാർട്ടിക്കിൾ രണ്ടും റിലേറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രതിഭാസത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻടാംഗിളിംഗ് ഓഫ് ദ പാർട്ടിക്കിൾ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ. അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് റൈറ്റ്. അപ്പം നമുക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം പൊട്ടൻഷ്യലും ആൻറ്റി മാറ്റർ ആൻറ്റി യൂണിവേഴ്സ് തിയറിയും യൂസ് ചെയ്തിട്ട് പറ്റുമെന്നുള്ളതാണ് അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇനിയും ഒരുപാട് തിയറികൾ, ഇനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ പ്രോസസ്സിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറിയാണ്. പല പ്രതിഭാസങ്ങളെക്കുറിച്ചും ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, സിംഗുലാരിറ്റിയെ കുറിച്ചുള്ള പ്രോബ്ലങ്ങളെയൊക്കെ നമുക്ക്
നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി വെച്ചിട്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു തിയറിയാണ് യൂണിവേഴ്സ് ആൻറ്റി യൂണിവേഴ്സ് തിയറി. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് ഒരു സയൻറ്റിഫിക് വേൾഡിൽ നിന്ന് ഒരു അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന എല്ലാ കോസ്മിക് ഇവൻറ്റുകളെയും കുറിച്ചും വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കാത്തിരിക്കാം. ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഇന്ത്യക്കാരൻ സയൻറ്റിസ്റ്റിൻ്റെ ഒരു യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു തിയറിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ചേഞ്ചസ് വരുത്തിയിട്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.